എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1,50,000 രൂപ ഒരു കാറിന് ഇൻഷുറൻസ് അടയ്ക്കണം എന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് തള്ളിപ്പിടിക്കല്ലേ ആശാനെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങളിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ UK പുതുതായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കും. എല്ലാവരും വാഹനം മേടിക്കും. അപ്പോൾ ആ വാഹനം മേടിക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇൻഷുറൻസ് എത്ര എമൗണ്ട് ആണ്, സാധാരണ എത്രയൊക്കെയാണ് വരാറ്, ഏതെല്ലാം കമ്പനികളാണ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റുകൾ നൽകുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക എന്നൊക്കെ പറയണില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്തേക്കുക. എനിവേ, അപ്പോൾ വെൽക്കം ടു ലണ്ടൻ വിശേഷങ്ങൾ. ആദ്യമേ തന്നെ നമ്മളൊരു വാഹനത്തെക്കുറിച്ച് പറയണം. നമ്മളെല്ലാവരും ഇവിടെ യൂറോപ്പിലേക്ക് പുതുതായിട്ട് വന്ന ആളുകളാണ്. പുതുതായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു വാഹനം എന്തായാലും ആവശ്യമാണ്. കാരണം ഈ തണുപ്പ് രാജ്യങ്ങളിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാറണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ടാക്സീനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ ആ കാറിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ടൈം മാനേജ്മെന്റിൽ ഈ രാജ്യത്ത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ബസ്സൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ, സ്ഥിരമായിട്ട് ബസ്സൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് കരുതുക. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മളൊരു 10 മിനിറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ തണുപ്പടിച്ച് ചിലപ്പോൾ നമ്മൾ തകർന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷേ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് അങ്ങ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബസ്സൊക്കെ കാത്തു നിന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സിവിയർ ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കാറ് വാങ്ങാൻ താല്പര്യമുള്ളവരും ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്കും എത്രയും വേഗം തന്നെ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാഹനം വാങ്ങണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലൈസൻസ്, നമ്മുടെ ഇന്ത്യയിലെ ലൈസൻസ് നമുക്ക് UK ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ UK എവിടെയും നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട്, അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിയണോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ വലതുഭാഗത്ത് സ്റ്റിയറിങ്ങും വലതുഭാഗത്ത് ഇരുന്ന് ഓടിക്കുകയും ഇടത് സൈഡാണ് നമ്മുടെ ഡ്രൈവിംഗ് സൈഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ ഇടത് സൈഡാണ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ വാഹനം ഓടിച്ച ഒരു വ്യക്തിക്ക് സുഖമായിട്ട് ഇവിടെ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. ഈ വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ വാഹനത്തിന് വാലിഡ് ആയിട്ടുള്ള ഒരു MOT എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുള്ളൂ. ഈ MOT പോലെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും ഒരു വലിയൊരു ഘടകമാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം നിയമങ്ങളിൽ അത്ര ഒരു സുഖമുള്ള രാജ്യമല്ല അത്. ഇവിടെ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടുകട്ടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ UK എത്തി, ഒരു വാഹനം വാങ്ങി, വാഹനം നമ്മുടെ പേരിലേക്കാക്കി, നമ്മൾ സർക്കാരിലേക്ക് ടാക്സ് അടച്ചു, വാഹനത്തിന്റെ ടാക്സ് അടച്ചു. വാഹനത്തിന് ഒരു MOT, വാലിഡ് ആയിട്ടുള്ള MOT ഉള്ള വാഹനങ്ങളായിരിക്കും അധികം പേരും വാങ്ങുന്നത്. അല്ല, അങ്ങനെ MOT ഇല്ലാത്ത വാഹനമാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ MOT അറസ്റ്റാക്കുക, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് MOT എടുക്കുക. മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ് MOTയുടെ ഫുൾ ഫോം. പക്ഷെ അവർ പറയുന്ന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് MOT സർട്ടിഫിക്കറ്റ് ഏതൊരു വർക്ക്ഷോപ്പുകാരനും ചെയ്തു തരുള്ളൂ. അപ്പോൾ ആ MOT ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഓടിക്കാം. നമുക്കൊരു ലൈസൻസ് ഉണ്ട്, പക്ഷെ നമുക്കൊരു ഇൻഷുറൻസ് മസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കണം. അത് നിർബന്ധം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാണ്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഈ രാജ്യത്ത് നിങ്ങൾ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ പുറത്തുനിന്ന് വേറെ രാജ്യത്ത് നിന്ന് വന്നതാണല്ലോ. അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ആദ്യ വർഷങ്ങളിൽ നല്ല ഹൈ പ്രീമിയം ആയിരിക്കും വരിക. അപ്പോൾ ഹൈ പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കാറിന് നാട്ടിലേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 രൂപയൊക്കെ അല്ലേ നല്ല വലിയ കാറുകൾക്ക്, അത്യാവശ്യം മോഡലൊക്കെ ഉള്ള കാറുകൾക്ക് വരുള്ളൂ. ഇന്ത്യൻ മണി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 25,000 രൂപ. പക്ഷേ നമ്മളിവിടെ UK വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഒരു വർഷത്തേക്ക് വരും. ഈ ഒരു വർഷത്തേക്കുള്ള 1.5 ലക്ഷത്തോളം രൂപ നമ്മൾ ഒരു മാസം കൊണ്ട് അടയ്ക്കേണ്ടതായിട്ടില്ല. എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഡെബിറ്റ് ചെയ്തോളൂ. നമുക്ക് ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, കൗൺസിൽ ടാക്സ്, പിന്നെ മന്ത്ലി കുട്ടികളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ ഫീസ്, നമ്മുടെ എന്തെങ്കിലും ലോണുകൾ ഉണ്ടെങ്കിൽ ലോണുകളുടെ അടവ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെക്കൊക്കെ കൊടുത്ത് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യണ സമയത്ത് നമ്മളോട് അവർ ചോദിക്കും ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ S ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ മാസവും അതേ ആ പർട്ടിക്കുലർ ഡേറ്റ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അത് അവർ ഡിറക്റ്റ് ചെയ്യും.
അപ്പോൾ അതാണ് ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മാസം തോറുമാണ് ഞാൻ പ്രീമിയം അടയ്ക്കുന്നത് കേട്ടോ. ഇവിടെ വന്ന് വാഹനം മേടിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, നമ്മൾ അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വാഹനം മാറ്റിയിട്ട് പുതിയൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ ഈ പഴയ ഇൻഷുറൻസ് നമുക്ക് നമ്മുടെ പുതിയ വാഹനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത്. ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്, ആ വണ്ടി നമ്മൾ വിറ്റു. ആ വിറ്റ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി പർട്ടിക്കുലർ വണ്ടിയുടെ നമ്പറിലാണ് ഇൻഷുറൻസ് ഉണ്ടാവുക, നമ്മുടെ പേരിലായിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുക. അപ്പോൾ വണ്ടി നമ്പറും നമ്മുടെ ആളുടെ പേരും മാച്ചായാൽ മാത്രമേ നമുക്ക് ആ വണ്ടി വാലിഡ് ആയിട്ട് ഇൻഷുറൻസ് ആയിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ലൈസൻസ് ഉണ്ട്, എൻ്റെ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട്, ഭാര്യ എൻ്റെ വാഹനം ഓടിക്കണമെങ്കിൽ അവർക്ക് ഞാനൊരു പെർമിഷനും കൊടുക്കണം. ഒരു സൈറ്റിൽ പോയിട്ട്, ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് പെർമിഷനും കൊടുക്കണം. അവള് എൻ്റെ വണ്ടിയുടെ നമ്പറിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം, സെപ്പറേറ്റ് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 ഡ്രൈവർമാരെയും കൂടിയിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പറിൽ ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ വേറെ ഒരാൾക്കും നമ്മുടെ വണ്ടി ഓടിക്കാൻ, നാട്ടിലെ പോലെ നിന്റെ വണ്ടി ഒന്ന് തന്നെ ഞാൻ ഈ കോതമംഗലം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വാഹനം മേടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വാഹനം ഓടിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, എൻ്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം, അത് ലീഗലായിട്ട് സൈറ്റിൽ പോയിട്ട് തന്നെ പെർമിഷൻ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ആ നമ്പർ വെച്ചിട്ട് ഈ പർട്ടിക്കുലർ സെക്കൻഡ് പേഴ്സൺ ലൈസൻസ് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം. ആദ്യ ഇൻഷുറൻസ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറേ അധികം ഫാക്ടേഴ്സ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസിന്റെ കൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ UK എത്ര നാളായി, UK എത്ര ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ടാണോ ഓടിക്കുന്നത്, അങ്ങനെ ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആൻസർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കാറ് ഏത് റോഡിന്റെ സൈഡിലാണോ പാർക്ക് ചെയ്യുന്നത്, നമുക്ക് പ്രത്യേകം ഗരാജ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീടിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ടോ, ഓൺ പാർക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് വാഹനം സ്ഥിരമായിട്ട് ഇടുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ക്വസ്റ്റ്യനുകൾ. എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, പിന്നെ വാഹനം നമ്മൾ രാവിലെ 7 AM to 6 AM to 8 AM എന്നുവെച്ചാൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. കാരണം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടാവുക റോഡിൽ. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രീമിയം കൂടുതലായിട്ടുള്ളതായിരിക്കും ആ സമയത്ത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒരു ദിവസം ഓടിച്ചു എന്ന് കരുതി കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ സമയത്ത് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ അതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ വളരെയധികം പോയിന്റുകൾ നോക്കിയിട്ടാണ് ഇവർ ഇൻഷുറൻസിന്റെ പ്രീമിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഞാനങ്ങനെ ഇനീഷ്യലി എനിക്ക് കാറിടാൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ റോഡ് സൈഡിലാണ് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പ്രീമിയം വന്നത് 113 പൗണ്ട്, ഏകദേശം 14,000 രൂപയോളം നമ്മൾ മാസം അടയ്ക്കണമായിരുന്നു ഇവിടുത്തെ. അപ്പോ എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ UK ലൈസൻസിന്റെ തിയറി അറ്റൻഡ് ചെയ്തു, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തു, എനിക്ക് ലൈസൻസ് കിട്ടി. പ്രൊഫഷണൽ ലൈസൻസ് ആദ്യം തന്നെ എടുത്തു. പ്രൊഫഷണൽ ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മൾ തിയറി അറ്റൻഡ് ചെയ്യണം, തിയറി പഠിക്കാനുണ്ട് ഇവിടെ. തിയറിയുടെ പരീക്ഷ നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 43 മാർക്ക് കിട്ടി, 44 മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ തിയറി പാസ്സായി. അതിനുശേഷം പ്രാക്ടിക്കൽ ഡേറ്റ് നമുക്ക് കിട്ടി, നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ നമ്മൾ അപ്പോൾ UK ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയത്തിന്റെ എമൗണ്ട് കുറയും. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഇൻഷുറൻസ് എടുത്തു, നമ്മൾ ഒരു വർഷത്തേക്കായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കണേ. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്കുടെ ആ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ലൈസൻസ് കിട്ടണം UK വന്നതിന് ശേഷം. അപ്പോൾ കാരണം നമുക്ക് 6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ രാജ്യത്ത് വിസിറ്റ് വിസയുടെ കാലാവധിക്ക് ശേഷം നമ്മൾ നിന്നാലേ നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും പാസ്സായി ലൈസൻസ് കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഇൻഷുറൻസിന്റെ എല്ലാം ആദ്യം തന്നെ നമ്മൾ ലൈസൻസിൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൽ നിന്ന് നമ്മൾ UK ലൈസൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്ത ലൈസൻസ് നമ്പർ നമ്മൾ ഇൻഷുറൻസിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ UK ലൈസൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവരുടെ സൈറ്റിൽ ഇൻഷുറൻസിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസിന് നമ്മൾ UK ലൈസൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് പ്രീമിയം കുറയും എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ വർഷം ഒരു 5 പൗണ്ട് കൂടുക ചെയ്തു കേട്ടോ, ബാക്കിയുള്ള മാസത്തേക്ക്. ഇപ്പൊ നമ്മളൊരു 7 മാസം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് കിട്ടിയത്. പിന്നെ 12 മാസത്തേക്ക് നമുക്ക് ഒരു കൊല്ലത്തേക്ക് എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണെങ്കിൽ ബാക്കി 5 മാസം ഉണ്ടല്ലോ, ആ 5 മാസം നമ്മൾ കൂടിയ പ്രീമിയം വെച്ചിട്ടാണ് എടുത്ത്. വൺസ് എൻ്റെ ആ ഒരു പ്രീമിയം അന്ന് നമ്മൾ എലഫന്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇൻഷുറൻസ് ആയിരുന്നു ഞാൻ എടുത്തേട്ടോ. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൂട്ടുകാരന്മാരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഏതാണ്
റീസെന്റ് ആയിട്ടുള്ളതിൽ ഏറ്റവും ചീപ്പായിട്ട് ഇൻഷുറൻസ് കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ മാഷ്മലോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. ഇവിടെ മാഷ്മലോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇൻഷുറൻസ് ഞാൻ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 85 പൗണ്ടായിട്ട് കുറഞ്ഞു കേട്ടോ. ആ 85 പൗണ്ടായിട്ട് കുറഞ്ഞതിൻ്റെ അകത്ത് ഒരു ബോണസും കിട്ടി. എന്താ പറയുക, നമ്മൾ റെഫറൻസ് ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 75 പൗണ്ടിന്റെ ആമസോൺ വൗച്ചറും കിട്ടി ഈ മാഷ്മലോയുടെ ഇതിൽ. അപ്പോൾ വൺസ് നമ്മൾ പുതിയൊരു ഇൻഷുറൻസിലേക്ക് എടുത്തു, ആ 85 പൗണ്ട്സ് ഇതാണ്. ഞാനിപ്പോൾ UK ലൈസൻസ് ആണ്, 1 ഇയർ UK ഡ്രൈവിങ് ഇത് വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, 25 വയസ്സിൽ താഴെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇവിടെ പ്രീമിയം കൂടുതലായിരിക്കും. നമുക്ക് 25 കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ കൂടുതലായിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ പ്രീമിയം കൂട്ടി വെക്കാൻ കാരണം കേട്ടോ. അവർക്ക് കൂടുതൽ റിസ്കി ഇതാണ് കുട്ടികൾ, മീൻസ് 25 വയസ്സ് താഴെയുള്ളവർ. അപ്പോൾ ആ 25 വയസ്സ് താഴെയുള്ളവർക്ക് കൂടുതൽ പ്രീമിയം അടയ്ക്കണം, ആക്സിഡന്റുകൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസ് കൊട്ടേഷൻ തരും. നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലങ്ങൾ, ലൊക്കേഷൻ അനുസരിച്ച് ഈ മോഷണമൊക്കെ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ജോലി നമ്മൾ ഡെലിവറി ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ പോലെയുള്ള ജോലിയാണെങ്കിൽ അവർക്ക് പ്രീമിയം കൂടും. കാരണം അവർക്ക് എപ്പോഴും കൂടുതലായിട്ട് യാത്രയും ചെയ്യണം, അതുപോലെ തന്നെ ആക്സിഡന്റുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എല്ലാ സമയത്തും ഒരു വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ വെഹിക്കിളിന്റെ മൈലേജ്, വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് വണ്ടിയുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇൻഷുറൻസ് പ്രീമിയം കൂടുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ഇവിടെ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ഈ ആൾട്രേഷൻ വർക്ക് ചെയ്തേക്കണ വാഹനങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ട് ഇൻഷുറൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വണ്ടി ഡിസൈൻ ചെയ്ത് വന്നേക്കണതിൻ്റെ അകത്ത് അല്ലല്ലോ, അതിനൊക്കെ ടാക്സും കൂടുതലുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്യാം നമുക്ക്, വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യണമെന്നൊന്നും ഇവിടെ ഒരു തടസ്സമില്ല. പക്ഷെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾക്ക് നമ്മൾ പ്രീമിയം അടയ്ക്കണത്, ടാക്സ് അടയ്ക്കണതൊക്കെ കൂടുതലായിരിക്കും. ഇപ്പം എൻ്റെ വണ്ടിക്ക് ഞാൻ 25 പൗണ്ടാണ് ടാക്സ് അടയ്ക്കണത് മാസം. അപ്പോൾ വർഷത്തിൽ ഏകദേശം 300 പൗണ്ട്, 30,000 രൂപ ടാക്സ് സർക്കാരിലേക്ക് അടയ്ക്കണം നമ്മുടെ ഒരു കാറിന്. അതെല്ലാ വർഷവും അടയ്ക്കണം. അപ്പൊ ആ ഒരു സെറ്റപ്പ് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ക്ലെയിം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ നമ്മുടെ പ്രീമിയം, ഇവിടെ ഈ രാജ്യത്ത് ക്രെഡിറ്റ് സ്കോർ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഈ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ പോലും നമ്മുടെ പ്രീമിയം കൂടും. നമ്മൾ ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ ഒരു വാഹനത്തിന്, എന്റെ കാറിൽ ഇപ്പൊ ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ മാസം തോറും അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാർ അങ്ങ് വിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുതിയ കാർ ഞാൻ എടുത്തു. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കാറ് വിറ്റ് കഴിഞ്ഞ കാര്യം ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ ഉടനെ തന്നെ അറിയിക്കണം. അതുപോലെ വീട്ട് അഡ്രസ്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കണം. ഇനി നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഞാൻ ആദ്യത്തെ പോളിസിയിൽ എൻ്റെ വൈഫിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇന്റർനാഷണൽ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞതോടുകൂടി ഞാൻ പുള്ളിക്കാരത്തിനെ ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കി. കാരണം ഇപ്പോൾ എൻ്റെ വണ്ടി അവൾക്ക് ഓടിക്കണമെങ്കിൽ ഇവിടെ UK ലൈസൻസ് ഉള്ള ഒരു 3 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഈ രാജ്യത്ത് നമുക്ക് ഇവിടുത്തെ കുറെ ജോലികൾ, ഇപ്പൊ ഈ ഡെലിവറി ജോലികളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് 3 വർഷമെങ്കിലും മിനിമം വാഹനം ഓടിച്ചിട്ടിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് ഡെലിവറി ജോലികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻഷുറൻസ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ എൻ്റെ കാറിൽ എൻ്റെ വീട്ടിലൊരു സാധാരണ കാറ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ പ്രൈവറ്റ് കാറും ടാക്സി കാറും എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കാറാണ്. എനിക്ക് ആ പ്രൈവറ്റ് കാറിൽ ബിസിനസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്കതിൽ ജോലികൾ ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി ജോലികളെല്ലാം ബിസിനസ്സാണ്. അപ്പൊ സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഒരു വർക്കിന് ലൈസൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ ഒറിജിനൽ ലൈസൻസിലോട്ട് കിട്ടുമ്പോൾ നമുക്കടെ ലൈസൻസ് അപ്ഡേറ്റ് ആവുമല്ലോ. അതുപോലെ തന്നെ വീട് മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഈ എന്താ പറയണ വീട്ട് അഡ്രസ്സ് മാറുമ്പോൾ നമ്മൾ DVLL അറിയിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ലൈസൻസ്, അടുത്ത ലൈസൻസ് ഇഷ്യൂ ചെയ്യും ആ വീട്ട് അഡ്രസ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഡ്രസ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിനെ ഗ്യാസുകൾ, അങ്ങനെയുള്ള കണക്ഷനുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലായിടത്തും പേര് രജിസ്റ്റർ ചെയ്യണം. ഞാനിതൊരു കോമൺ ആയിട്ട് ഇൻഷുറൻസ് റിലേറ്റഡ് ആണെങ്കിൽ പോലും അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അഡ്രസ് ചേഞ്ചിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം അല്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ നല്ലൊരു MOT ഇല്ലാത്ത വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ. അപ്പൊ അതൊരു റിസ്ക് സംഭവം തന്നെയാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു MOT നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വണ്ടി റോഡിൽ ഓടിക്കുകയാണെങ്കിൽ മാത്രം ഇൻഷുറൻസ് അടച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് എൻ്റെ 2 കാറുണ്ടെന്ന് കരുതുക. ആ 2 കാറിൽ ഒരു കാർ ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമുക്ക് SOR എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഓഫ് അല്ല, SOR എന്ന് പറയും, സോൺ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. നമ്മൾ ഈ വണ്ടി ഞാൻ റോഡിൽ ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓതറൈസേഷൻ വാങ്ങുന്ന. അപ്പോൾ വൺസ് ആ സോൺ ചെയ്ത വണ്ടികൾക്ക് നമുക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. വൺസ് നമ്മൾ റോഡിൽ ഇറങ്ങണമെങ്കിൽ, വണ്ടി നമ്മൾ റോഡിൽ ഓടിക്കണമെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇനി ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ചു എന്ന് കരുതുക, അതിന് വരുന്ന ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 പൗണ്ട്.
അപ്പോൾ നമ്മളൊരു കാർ ഓടിച്ചു, ഇൻഷുറൻസ് ഇല്ല, 300 പൗണ്ടാണ് അതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പെനാൽറ്റി എന്നുള്ള രീതിയിൽ 30,000 രൂപ ഒരു 6 പോയിന്റും പോയി കിട്ടും. നമ്മുടെ ഡ്രൈവിംഗ് പോയിന്റ് ഒരു വർഷത്തിൽ നമുക്ക് 12 പോയിന്റേ വരാൻ പാടുള്ളൂ. ഈ 12 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു സിഗ്നൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പോയിന്റ് പോകും, റെഡ് സിഗ്നലൊക്കെ. നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ 12 പോയിന്റ് നമുക്ക് വന്നിട്ടുള്ള ഈ ക്രെഡിറ്റ് സ്കോറിനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞല്ലോ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങളുടെ 6 പോയിന്റ് പോയി കിട്ടും, ഡ്രൈവിംഗ് പോയിന്റ്. അതൊരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ച് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒരു പോലീസ് കോട്ടോ ചെയ്ത് അത് കോടതിയിലോട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫൈനാണ്. അവിടെയാണ് നമ്മളിപ്പോൾ 1000, 2000 അല്ലെങ്കിൽ 3000 പൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പണിത് നമുക്കത് തീർക്കാൻ പറ്റുമെന്ന് കരുതാം. പക്ഷേ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എൻഡ് ഇല്ല, എത്രയാണെന്ന് കോടതി നിശ്ചയിക്കണേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വലിയ ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് ഫൈനായിട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മളിവിടെ പണിയെടുത്താലും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഹൈ റിസ്ക് ആണ് വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കുന്നത്. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടൻ വന്നിട്ട് ഇൻഷുറൻസ് ഏത് കമ്പനിയുടെ എടുത്തേ, ഇൻഷുറൻസ് എത്ര രൂപ വീതം അടയ്ക്കണേ, ഇത്രയും രൂപയൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരുത്തൻ്റെ അടുത്ത് പറഞ്ഞു 118 പൗണ്ട് വീതമാണ് ഞാൻ ആദ്യം അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ ഒന്നും ഉണ്ടായിരിക്കട്ടെ, ഇവിടെ ഉള്ളവർക്ക് 45 പൗണ്ടൊക്കെയാണല്ലോ വരണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് കൂട്ടുകാരാ, UK ലൈസൻസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ PR കിട്ടിയവർക്കൊക്കെ 40 പൗണ്ട് 35 പൗണ്ടൊക്കെ ഇൻഷുറൻസ് വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ യൂറോപ്പിൽ വാഹനം ഓടിക്കുന്ന വർഷം മിനിമം നമ്മളിവിടെ വന്നിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് PR കിട്ടണം ഇപ്പോഴത്തെ നിയമപ്രകാരം. അപ്പോൾ ഈ 5 കൊല്ലം നമ്മളിവിടെ 1 കൊല്ലം കഴിയുമ്പോൾ ലൈസൻസ് എടുത്താൽ ബാക്കി 4 കൊല്ലം നമ്മളിവിടെ ഡ്രൈവ് ചെയ്തു. പിന്നെ നമ്മൾ ക്ലെയിമുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ 118 അടച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ 85 അടക്കണേ രണ്ടാമത്തെ വർഷം ആയപ്പോഴേക്കും. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഈ പ്രീമിയം ക്ലെയിം ചെയ്തില്ലെങ്കിൽ പ്രീമിയത്തിന്റെ എമൗണ്ട് കുറയും. നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, നോ ക്ലെയിം ബോണസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് 45 പൗണ്ട് അടയ്ക്കണ ഇൻഷുറൻസ് അടയ്ക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ അറ്റ് പ്രസന്റിൽ അടച്ചുകൊണ്ടിരിക്കുന്നത് 85 പൗണ്ട്സ് ആണ് മാസം. 8,500 രൂപയാണ് കാറിന്റെ ഒരു മാസത്തെ ഇൻഷുറൻസ്. അതനുസരിച്ച് ടാക്സും ഉണ്ട്, 25 പൗണ്ടോളം ടാക്സും അടയ്ക്കണം മാസം തോറും. അപ്പൊ ഇവിടുത്തെ വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് നമ്മൾ നിർബന്ധമായിട്ട് സർക്കാരിലേക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കാറ് നിങ്ങൾ ഏത് കാറായിക്കോട്ടെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. ഇൻഷുറൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി ഉടനെ തന്നെ നിങ്ങൾ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ വീട്ടഡ്രസ്സ് മാറുവാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാറിന്റെ. അത് ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ കോട്ട എടുത്ത് ചെയ്താൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് ഇതൊന്നും നമ്മൾ ഒരിക്കലും ഡിലേ വരുത്തരുത്. ഡിലേ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലെയിം ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് വെരിഫിക്കേഷനിൽ നമ്മൾ ഓൺലൈനിൽ പോകുമ്പോൾ നമ്മുടെ ഈ ഇൻഷുറൻസിന്റെ അഡ്രസ്സും നമ്മുടെ വാഹനത്തിന്റെ ലൈസൻസ് ബുക്കിലുള്ള RC ബുക്കിലുള്ള നമ്പറും നമ്മുടെ ലൈസൻസും ഒക്കെ ആയിട്ട് മാച്ച് ആവാത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലോട്ട് പോകേണ്ടി വരും. കോടതിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റകരക്കാരൊക്കെ അന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫൈനുകൾ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നൂലാമലകളിലേക്ക് പോവാതെ നല്ല സുഗമമായിട്ട് ഒരു വാഹനം മേടിക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. പിന്നെ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള മദ്യപാനത്തെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ്, കാറ് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ഇതുപോലെ തന്നെ ഡിസ്കഷനുകൾ വെക്കാം, ചർച്ചകൾ വെക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ബൈ. അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും